വെൽക്കം ടു ഷീജാസ് വണ്ടർലാൻഡ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടൊരു പായസമാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 50 പഴുത്ത ചക്കച്ചുള എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുരു മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ കുരുവും മാറ്റി അതിൻ്റെ കഷ്ണങ്ങൾ മാത്രം മാറ്റിയെടുക്കാം. ചക്കയുടെ കഷ്ണങ്ങൾ അവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 50 മുതൽ 60 ചക്കച്ചുളയ്ക്ക് 500 ഗ്രാം ശർക്കര മതിയാകും. ശർക്കരയിൽ അല്പം വെള്ളമൊഴിച്ച് പാക കാച്ചിയെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് പാക കാച്ചാനായി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിൽ ഈ ചക്ക കഷ്ണങ്ങളെല്ലാം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമൊഴിക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് വേകാൻ വയ്ക്കാം. ചക്കച്ചുള ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടാനായി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് വേകാനായി വയ്ക്കാം. നല്ലവണ്ണം തിളയ്ക്കുമ്പോൾ ദേഹത്തോട്ട് തെറിക്കും. അതുകൊണ്ട് അല്പം മാറി നിന്ന് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ. അടി പിടിക്കാത്ത പാത്രമാണെങ്കിൽ അല്പം ഒന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഒന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ 3/4 പാൽ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 2/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് കുറുകി വരണം. 50 മുതൽ 60 വരെയുള്ള ചക്കച്ചുളയ്ക്ക് 1/2 കിലോ ശർക്കര മതിയാകും. മധുരമുള്ള ചക്കച്ചുളയാണെങ്കിൽ ശർക്കരയുടെ അളവ് അല്പം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇവിടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്ത ശേഷം കൂടുതലൊന്ന് ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കുക. ഇപ്പോൾ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം 2 കപ്പ് അളവിലാണ് ചേർത്തിരിക്കുന്നത്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇറക്കാം. ഇവിടെ തിള വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് താളിച്ച് ചേർക്കാനായി ഒരു പാനിൽ
2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത തേങ്ങാ കഷ്ണങ്ങൾ വറുത്തെടുക്കാം. നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമുക്കത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴവും നല്ലവണ്ണം ഒന്ന് വറുത്ത് പോരാം. ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും അല്പം ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 3-ാം പാൽ ഒഴിച്ച് തിള വരുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ചക്ക പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ചക്ക പായസം ഇവിടെ റെഡിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.